നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പിണറായി വിജയന്റെ വസതികളടക്കമുള്ള 12 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. 2024 രജിസ്റ്റർ ചെയ്ത മാസപ്പടി കേസിലാണ് പിണറായി വിജയന്റെ ഭവനങ്ങളിലടക്കം പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത്. എന്നാൽ ഈ പരിശോധന കഴിഞ്ഞ് 18 കോടിയോളം രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ 242 എണ്ണം മരവിപ്പിച്ചു എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിയിപ്പ് EDയുടെ ഭാഗത്തു നിന്നും വന്നു. എന്നാൽ ഈ അറിയിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെ EDയുടെ വെബ്സൈറ്റ് നിശ്ചലമായി. ഇപ്പോൾ നമ്മൾ EDയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ ഒരുങ്ങിയാൽ അതിൽ കാണുന്ന ഒരു സന്ദേശം ഇങ്ങനെയാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്തോ ഒരു സാങ്കേതിക തകരാറ് സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൃശ്യമാണ് EDയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചിരിക്കുന്നവർക്ക് ലഭിക്കുക. പിണറായി വിജയന്റെ വീടുകൾ റെയ്ഡ് ചെയ്ത് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ EDയുടെ വെബ്സൈറ്റ് പോലും നിശ്ചലമായിരിക്കുന്നത്. നേരത്തെ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യാനെത്തിയ ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ വലിയ വിവാദമുണ്ടായിരുന്നു. കണ്ണൂരിലടക്കം വിവിധ കേന്ദ്രങ്ങളിലാണ്, 12ഓളം കേന്ദ്രങ്ങളിലാണ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്, കണ്ണൂരിലെ വീട്, അദ്ദേഹത്തിൻ്റെ മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കുടുംബ വീട്, ഇവിടങ്ങളിലൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. രാവിലെ, അതായത് ബുധനാഴ്ച രാവിലെ 8:30 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘങ്ങൾ ഈ 12 സ്ഥലങ്ങളിലും ഒരേ സമയം ഇരച്ചു കയറിയത്. മാത്രമല്ല ഈ സ്ഥലങ്ങളിലെല്ലാം റെയ്ഡ് പുരോഗമിക്കുമ്പോൾ പുറത്ത് വലിയ പ്രതിഷേധം ഉരുണ്ടുകൂടുകയായിരുന്നു. കണ്ണൂരിലെ വീട്ടിലടക്കം, പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. പക്ഷേ ഈ പ്രതിഷേധം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയത് തിരുവനന്തപുരത്തെ പരിശോധനയ്ക്കിടയിലാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകരെയും മറ്റും ഈ റെയ്ഡ് നടക്കുന്ന പിണറായി വിജയന്റെ വാടക വീടിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അങ്ങനെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരുമെല്ലാം അവിടെ തമ്പടിച്ചു. EDക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയായിരുന്നു. RSS അജണ്ടയാണ് നടപ്പിലാകുന്നതെന്നും അതിന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമെല്ലാം കൂട്ടുനിൽക്കുന്നുവെന്നുമൊക്കെയുള്ള ആരോപണങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ടാണ് CPMന്റെ പ്രവർത്തകർ അന്ന് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ചത്. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിനായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പതിവ് പല്ലവിയും ഈ പ്രവർത്തകർ ആരോപിച്ചു. മാത്രമല്ല, പരിശോധന കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ വീടിന് പുറത്തിറങ്ങുമ്പോൾ വലിയ ആക്രമണമാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്നത്. ഈ ED ഉദ്യോഗസ്ഥർ 3 കാറുകളിലായിട്ടാണ് വന്നതും പോയതും. ആ കാറുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വലിയ ആക്രമണമുണ്ടായത്. കല്ലുകളും ചുടുകട്ടകളും ലാത്തിയും കൊണ്ട് ഈ CPM പ്രവർത്തകർ ED സംഘത്തെ ആക്രമിക്കുകയായിരുന്നു. അവരുടെ കാറുകൾ തകർത്തു. 3 കാറുകൾ പൂർണ്ണമായും തകർത്തു. ED ഉദ്യോഗസ്ഥർക്കും കേന്ദ്രസേന ഉദ്യോഗസ്ഥർക്കും അടക്കം കേൾക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ പിന്നീട് കേന്ദ്ര സർക്കാർ ഇതിനെ ഗൗരവമായി കാണുന്നു. കേന്ദ്ര സർക്കാർ എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് EDയിൽ നിന്നും വാങ്ങുന്നു. ED ഉദ്യോഗസ്ഥർ നേരെ, ഈ ആക്രമണത്തിന് ഇരയായ ED ഉദ്യോഗസ്ഥർ നേരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുത്ത ശേഷം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ഇതെല്ലാം വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ വകുപ്പുകൾ, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പാർട്ടി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ക്രിമിനലുകളെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമുണ്ട്. പോലീസ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഏറെ നേരം വളഞ്ഞിരുന്നു. എന്നാൽ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പിന്നീട് നേതാക്കൾ എടുത്തത്. പക്ഷേ പോലീസ് അവിടെ തന്നെ നിലയുറപ്പിച്ചു. പക്ഷേ പിന്നീട് പാർട്ടിക്ക് കീഴടങ്ങേണ്ടി വന്നു. പാർട്ടി പറഞ്ഞത്, ഇവിടെ ഒളിപ്പിച്ചിട്ടുള്ള പ്രവർത്തകരെ എല്ലാം ഞങ്ങൾ പുറത്തേക്ക് അയച്ചു കഴിഞ്ഞു, അവർ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കീഴടങ്ങാൻ ഒരുങ്ങുകയാണ്, അതുകൊണ്ട് തന്നെ പാർട്ടി ഓഫീസിലേക്ക് കയറേണ്ടതില്ല എന്നാണ് പോലീസിനോട് പിന്നീട് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞത്. പിന്നീട് പ്രതികളെ ഇവർ പറഞ്ഞ സ്ഥലത്ത് നിന്നൊക്കെ കിട്ടിയതുകൊണ്ട് പോലീസ് അവിടെ നിന്നും പിൻവാങ്ങുകയായിരുന്നു. ഇങ്ങനെ അതീവ ഗുരുതരമായ ആക്രമണമാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ CPM നടത്തിയത്. സത്യത്തിൽ CPM പ്രവർത്തകർ പിണറായി വിജയന്റെ വീടിന് നേരെ നടന്ന റെയ്ഡ് നടന്ന ദിവസത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ കലാപം അഴിച്ചുവിടുകയായിരുന്നു എന്ന് തന്നെ പറയണം. ഈ കലാപങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ കലാപകാരികൾക്കെതിരെ വലിയ കർശന നിർദ്ദേശം അല്ലെങ്കിൽ കർശനമായ ഗുരുതരമായ വകുപ്പുകൾ തന്നെ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരുന്നത്.
അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം CPM നേതാവായ A. റഹീം കാർ ആക്രമിക്കപ്പെട്ടത് സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. അതായത് കാർ ആക്രമിച്ചത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. ആ കാറും ഒരു തൊഴിലാളിയും മുതലാളിയും ഒക്കെയുള്ള ഒരു സാധനമാണ്. അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം പാർട്ടി പരിഗണിക്കും, എല്ലാത്തിനും മാപ്പ് എന്നാണ് പിന്നീട് A. റഹീം പറഞ്ഞത്. ഈ തരത്തിൽ പിണറായി വിജയൻ്റെ വീടിന് നേരെയുണ്ടായ റെയ്ഡ് അത് വലിയ വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുകയാണ്. പിണറായി വിജയനെതിരെ വീടിന് നേരെയുള്ള സുരക്ഷയടക്കം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ED ഉദ്യോഗസ്ഥർ വലിയ വേഗതയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. ഈ ED ഉദ്യോഗസ്ഥർക്ക് റെയ്ഡ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നും ഒന്നും ലഭിച്ചില്ല എന്നും അങ്ങനെ ഒരു മഹസർ എഴുതി കൊടുത്ത ശേഷമാണ് ED ഉദ്യോഗസ്ഥർ മടങ്ങിയതെന്നും CPM നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ റെയ്ഡ് നടന്ന ബുധനാഴ്ച വൈകുന്നേരം തന്നെ ED ഈ ഒരു അവകാശവാദത്തെ പൊളിച്ചടുക്കുന്നു. അതായത് വളരെ നിർണായകമായ രേഖകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെ റെയ്ഡ് നടന്ന പ്രദേശങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടെന്നും കേസ് അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ED പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നു. ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് EDയുടെ വെബ്സൈറ്റിന് തകരാർ സംഭവിക്കുന്നത്. EDയുടെ വെബ്സൈറ്റിന് എന്തോ സാങ്കേതിക പ്രശ്നം കാരണം ഇപ്പോൾ EDയുടെ വെബ്സൈറ്റ് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ED ഈ റെയ്ഡുകളെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു പ്രസ് നോട്ട്, ഒരു വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു ഈ വെബ്സൈറ്റിൽ. ആ വാർത്താക്കുറിപ്പ് പോലും ലഭ്യമാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ വാർത്താക്കുറിപ്പ് പോലും കാണാൻ കഴിയാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ EDയുടെ വെബ്സൈറ്റ് ഉള്ളത്. സാങ്കേതികമായ പ്രശ്നങ്ങളാകും എന്നാണ് സൂചന. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ IT വിഭാഗം പരിഗണിച്ചു വരികയാണെന്നും സൂചനയുണ്ട്.